ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ അനുഗ്രഹീതരെ, പരിശുദ്ധ വലിയ നോമ്പിൻ്റെ പകുതി ദിവസങ്ങൾ പിന്നിട്ട് നാം 26-ാം ദിവസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇന്നത്തെ വേദചിന്തയ്ക്കും ധ്യാനത്തിനുമായി എടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എവൻഗേലിസ്ത എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 11 മുതൽ 32 വരെയുള്ള വേദവാക്യമാണ്. നമുക്കേവർക്കും സുപരിചിതമായ ഒരു വേദഭാഗമാണ് മുടിയനായ പുത്രൻ്റെ ഉപമ. ഒരു പിതാവിന് 2 പുത്രന്മാരുണ്ടായിരുന്നു. അവരിൽ ഇളയവൻ അപ്പനോട് അവൻ്റെ വസ്തുവിൽ അവൻ്റെ അവകാശം വാങ്ങി ദൂരദേശത്തേക്ക് പോയി ധൂർത്തടിച്ച് സകലതും നാനാവിധമാക്കി. അവിടെ ക്ഷാമമുണ്ടായപ്പോൾ അവൻ ദാരിദ്ര്യത്താൽ വയലിലേക്ക് ചെന്ന് പന്നിക്കൂട്ടത്തെ മേയ്ക്കുകയും അതിൻ്റെ ആഹാരം തിന്നുവാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ പശ്ചാത്താപമുണ്ടായി തിരികെ തൻ്റെ പിതാവിൻ്റെ അടുക്കിലേക്ക് വരുവാൻ ആഗ്രഹിക്കുകയും ദൂരത്ത് വെച്ച് ആ മകനെ കണ്ട പിതാവ് ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് പഴയ പ്രൗഢഗംഭീരമായ ആ മകൻ്റെ സ്ഥാനം തിരിച്ചു കൊടുക്കുവാൻ ആഗ്രഹിക്കുകയും വലിയ വിരുന്നൊരുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു അനുഭവം. ഇത് കണ്ടുകൊണ്ട് തൻ്റെ അപ്പൻ്റെ കൂടെ ഉണ്ടായിരുന്ന മൂത്ത മകൻ അസ്വസ്ഥനാവുകയും അപ്പനോട് പെറുപിറുക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ തൻ്റെ ഇളയ മകൻ നഷ്ടപ്പെട്ട അവസ്ഥയിൽ നിന്ന് തിരികെ വന്നതിൻ്റെ സന്തോഷം പങ്കിടുന്ന ഒരു വലിയ മനസ്സുള്ള പിതാവിൻ്റെ അനുഭവം നമ്മളവിടെ കാണുന്നു. ഈ നോമ്പ് കാലഘട്ടത്ത് നമ്മൾ നമ്മുടെ ജീവിതത്തിലെ തെറ്റുകൾ കൊണ്ടോ ജീവിതത്തിലുണ്ടായ അനിഷ്ട സംഭവങ്ങൾ കൊണ്ടോ ദൈവത്തിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടെങ്കിൽ തിരികെ വരുന്ന നാം ഓരോരുത്തരെയും മുടിയനായ പുത്രൻ പ്രതിനിധാനം ചെയ്യുകയാണ്. ആ വാത്സല്യവാനായ പിതാവ് നമ്മുടെ സ്വർഗസ്ഥനായ പിതാവാണ്. നമ്മളെപ്പോൾ വന്നാലും വരുന്നത് മാനസാന്തരത്തോടെയും അനുതാപത്തോടെയും കണ്ണുനീരോടെയും പശ്ചാത്താപത്തിൻ്റെ അനുഭവത്തിലുമാണെങ്കിൽ നമ്മെ സ്വീകരിക്കും എന്നുള്ള ഒരു വലിയ വാഗ്ദാനം ആ പിതാവ് നമുക്ക് തരുന്നുണ്ട്. അപ്രകാരം നമ്മുടെ ജീവിതത്തെ തിരികെ വരുത്തുവാൻ തക്കവണ്ണം ഉതകുന്നതാകണം നമ്മുടെ ജീവിതം. തെറ്റുകൾ മാനുഷികമാണ്, അത് പൊറുക്കുന്നത് ദൈവികമാണ് എന്ന് പിതാക്കന്മാർ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള അനേകം തിന്മകളും അതേ തുടർന്നുണ്ടായ ദൈവത്തിൽ നിന്നുള്ള അകൽച്ചയുമൊക്കെ നമുക്ക് പരിഹരിക്കുവാനുള്ള സമയമാണ് കണ്ണുനീരോടുകൂടിയുള്ള പ്രാർത്ഥനയും നോമ്പും ഉപവാസവും. ദൈവശക്തിയിൽ മുറുകെ പിടിക്കുവാൻ നമ്മൾ വീണ്ടും നമ്മുടെ മനസ്സ് പുതുക്കുമ്പോൾ, ശരീരത്തെ ഒരുക്കുമ്പോൾ നമ്മുടെ ജീവിതം അസ്വസ്ഥതകളിൽ നിന്നും അരക്ഷിതാവസ്ഥയിൽ നിന്നും സ്വസ്ഥമായിട്ടുള്ളതും ദൈവകൃപയുടെ ചിറകിൽ ജീവിക്കുവാനുള്ള ആ ഒരു അനുഭവവും തിരികെ ലഭിക്കും എന്നും പ്രത്യേകമായി ഈ വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ആത്മീകമായി മരിച്ചതിൽ നിന്നും ആത്മീകതയുടെ പുത്തനുണർവും പുതിയൊരു ജീവിതവും നമ്മെ ചിന്തിപ്പിക്കുവാൻ പ്രേരിപ്പിക്കുന്ന വേദഭാഗം. അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും മുടിയനായ പുത്രനെ പോലെ അല്ലാതെ വലിയ ആർദ്ര കരുണയുള്ള സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളായി തീരുവാൻ നമുക്ക് ഒരിക്കലും മടി കാണിച്ചുകൂടാ എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെ നമ്മൾ ജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. ദൈവികമായ ആ ബന്ധം കാത്തു സൂക്ഷിക്കുവാൻ എവിടെയെങ്കിലും നമ്മൾ പതറിപ്പോയിട്ടുണ്ടെങ്കിൽ, തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പശ്ചാത്താപത്തോടും അനുതാപപൂർണമായ ജീവിതത്തോടു കൂടി തിരികെ വരുമ്പോൾ നമ്മെ സ്വീകരിക്കുവാൻ വാതിൽക്കൽ നോക്കി നിൽക്കുന്ന ഒരു പിതാവ് നമുക്കുണ്ട് എന്ന് നമ്മൾ പ്രത്യേകമായി ഓർക്കണം. പരിശുദ്ധനായ പൗലോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, നിങ്ങളുടെ ബലഹീനതകളെ ഓർത്ത് സഹതപിപ്പാൻ തക്കവണ്ണമുള്ള ഒരു പിതാവ് നമുക്കുണ്ടെന്ന്. ആ ബലഹീനതകളെ ഓർത്ത് ദൈവസന്നിധിയിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പക്ഷപാതം കഴിക്കുകയും നമ്മെ ദൈവികരാക്കുകയും ചെയ്യുവാൻ യേശു ക്രിസ്തു എന്ന വലിയ രക്ഷകൻ നമ്മുടെ ജീവിതത്തിലുള്ളപ്പോൾ പിതാവാൻ ദൈവത്തിങ്കിലേക്കുള്ള നമ്മുടെ യാത്ര വളരെ അനുഗ്രഹീതമാണ്. എന്നാൽ ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുവാൻ
നമുക്ക് മനസ്സൊരുക്കമുണ്ടെങ്കിൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ എന്നും തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ തിരിച്ചുവരവുകൾ വീണ്ടും നാശത്തിലേക്കല്ല, മറിച്ച് വിജയത്തിലേക്കും ദൈവസന്നിധിയിൽ പൂർണ്ണതയോടുകൂടിയും വിശുദ്ധിയോടുകൂടിയും നിൽക്കുവാനും ഈ ലോക ജീവിതത്തിൽ ദൈവത്തെ ആരാധിച്ച് ദൈവീകരായി ജീവിക്കുവാനും നമ്മൾ ബാധ്യസ്ഥരാണ്. നമ്മൾക്കതിന് കടമയുണ്ട്, ഉത്തരവാദിത്വമുണ്ട് എന്നും നമ്മെ പ്രത്യേകമായി ഈ വേദഭാഗം ഓർമ്മിപ്പിക്കുകയാണ്. ഇനിയും നമുക്ക് ജീവിതം ഏറെ താണ്ടുവാനുണ്ട്. ദൈവം നൽകുന്ന ആയുസ് വരെ പൂർണ്ണ ആരോഗ്യത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും കൂടി ദൈവത്തെ ആരാധിച്ച് സ്നേഹിക്കുവാൻ നമുക്ക് സാധ്യമാകണം. നമ്മുടെ നോമ്പും പ്രാർത്ഥനയും ഉപവാസവും നമ്മെ ദൈവത്തിലേക്ക് തിരികെ വരുത്തുന്നതായി തീരട്ടെ. നമ്മുടെ ജീവിതത്തെ ദൈവത്തോട് ബന്ധിപ്പിക്കുന്നതായി തീരട്ടെ. അനുതാപപൂർണമായ ജീവിതം, പശ്ചാത്താപം എപ്പോഴും മനസ്സിൽ തെറ്റുകളെ വരുമ്പോൾ അത് പശ്ചാത്താപത്തോടു കൂടി ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കുവാനും നമുക്ക് സാധ്യമാകട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. ദൈവം നാം ഏവരെയും അനുഗ്രഹിക്കട്ടെ.